മാസ്റ്റർ കെ അക്കാദമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്നുള്ള ഭാഗമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ജ്ഞാനപീഠം. അപ്പം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ശാന്തി പ്രസാദ് ജെയിനാണ്. അപ്പം നോക്കിക്കേ, ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ആരാണ്? ശാന്തി പ്രസാദ് ജെയിൻ. അപ്പം നോക്കിക്കേ, ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകനാണ് ശാന്തി പ്രസാദ് ജെയിൻ. സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ്? 11 ലക്ഷം രൂപയാണ്. അപ്പോൾ നോക്കിയാൽ ജ്ഞാനപീഠത്തിൻ്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 ലക്ഷം രൂപയാണ്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. അപ്പോൾ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് 61 നൽകി തുടങ്ങിയത് 1965. ഇനി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ ജേതാവാണ് ആരാ? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതി ഏത് കൃതിക്കാണ് കിട്ടിയത്? ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത്. ഏത് വർഷമാ? 1965. അപ്പം നോക്കിക്കേ, ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകനാണ് ശാന്തി പ്രസാദ് ജെയിൻ. സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ്? 11 ലക്ഷം രൂപയാണ്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961 നൽകി തുടങ്ങിയത് 1965. ആദ്യമായി ലഭിച്ച വ്യക്തിയും മലയാളിയുമായിരുന്നു ആരാ? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഓടക്കുഴൽ. ക്ലിയർ ആണോ? ഗെയിം അടുത്ത ശ്രദ്ധിക്കാം. നമ്മൾ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണ്. അപ്പം ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചാണെങ്കിൽ മലയാളത്തിലെ ദാർശനികനായ കവി എന്നറിയപ്പെടുന്നു. പ്രകൃത്യുപാസകനായ കവി, മൃത്യുബോധത്തിൻ്റെ കവി, സൂര്യകാന്തിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പ് അറിയപ്പെടുന്നത് ഏതൊക്കെ പേരുകളിലാണ്? മലയാളത്തിലെ ദാർശനികനായ കവിയെന്ന്, പ്രകൃത്യുപാസകനായ കവി, മൃത്യുബോധത്തിൻ്റെ കവി, സൂര്യകാന്തിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഓടക്കുഴൽ എന്ന കൃതിയുടെ ഹിന്ദി തർജ്ജമയുടെ പേരാണ് ബാൻസൂരി. അപ്പോൾ ഓടക്കുഴൽ എന്ന കൃതിയുടെ ഹിന്ദി തർജ്ജമ എന്താണ്? ബാൻസൂരിയാണ്. ഇതിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ആരുടെ ആത്മകഥയാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് വിശ്വദർശനം. അപ്പോൾ 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതി ഏതാണ്? വിശ്വദർശനമാണ്. അപ്പം നോക്കിയേ, ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്? മലയാളത്തിൻ്റെ ദാർശനികനായ കവി, സൂര്യകാന്തിയുടെ കവി, പ്രകൃത്യുപാസകനായ കവി, പിന്നോ സൂര്യകാന്തിയുടെ കവി, പ്രകൃത്യുപാസകനായ കവി, മൃത്യുബോധത്തിൻ്റെ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഏതാ? ഓടക്കുഴൽ. അതിൻ്റെ ഹിന്ദി തർജ്ജമയുടെ പേരാണ് ബാൻസൂരി. ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ.
1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് വിശ്വദർശനം. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 1967 എന്ത് ലഭിച്ചു? സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. പ്രധാനപ്പെട്ട കൃതികളാണ് വിശ്വദർശനം, സാഹിത്യ കൗതുകം, ഓടക്കുഴൽ, പാഥേയം, പതികന്റെ പാട്ട്, മൂന്നരുവിയും ഒരു പുഴയും, മധുരം സൗമ്യം ദീപ്തം, സൂര്യകാന്തി, അന്തർദാഹം. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ? പ്രധാന കൃതികളെ പറയുന്നത് ഇദ്ദേഹം ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൃതികളാണ്. വിശ്വദർശനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞു. ഇനി സാഹിത്യ കൗതുകം, ഓടക്കുഴൽ എന്ന കൃതിക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടി? ജ്ഞാനപീഠം ലഭിച്ചു. പാഥേയം, പതികന്റെ പാട്ട്, മൂന്നരുവിയും ഒരു പുഴയും, മധുരം സൗമ്യം ദീപ്തം, സൂര്യകാന്തി, അന്തർദാഹം. സൂര്യകാന്തി എന്നുള്ളത് കവിത രചിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ സൂര്യകാന്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ജി ശങ്കരക്കുറുപ്പ് രചിച്ച ഒരേ ഒരു നാടകമാണ് ജി ശങ്കരക്കുറുപ്പ് രചിച്ച നാടകങ്ങളാണ് സന്ധ്യയും ഇരുട്ടിനു മുൻപും. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ നാടകങ്ങൾ ഏതൊക്കെയാണ്? സന്ധ്യ, ഇരുട്ടിനു മുൻപ്. ആത്മകഥ ഏതായിരുന്നു? ഓർമ്മയുടെ ഓളങ്ങളിൽ. ഇനി ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കൃതികളാണ് കാളിദാസന്റെ മേഘദൂത്. ഏത് പേരിലാ? മേഘഛായ എന്ന പേരിൽ. കാളിദാസന്റെ മേഘദൂത് ഏത് പേരിലാണ്? മേഘഛായ എന്ന പേരിലും. ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന പേരിലും. ഒമർ ഖയ്യാമിന്റെ റുബായിയാത്ത്, വിലാസലഹരി എന്ന പേരിലും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവിയാണ് ആരാ? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ ആണോ? ഒന്ന് നോക്കിക്കേ. അപ്പം ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണ്. മലയാളത്തിൻ്റെ ദാർശനികനായ കവി, മൃത്യുബോധത്തിൻ്റെ കവി, സൂര്യകാന്തിയുടെ കവി, പ്രകൃതി ഉപാസകനായ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഓടക്കുഴൽ 1965. ഈ അദ്ദേഹത്തിന് ഓടക്കുഴൽ എന്ന കൃതിയുടെ ഹിന്ദി തർജ്ജമയുടെ പേരെന്താണ്? ബാൻസൂരി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ. ഇനി അദ്ദേഹം 2 നാടകങ്ങൾ രചിച്ചു, സന്ധ്യയും ഇരുട്ടിനു മുൻപും. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. അത് ലഭിച്ച കൃതിയുടെ പേരെന്താ? വിശ്വദർശനം എന്നാണ്. 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. പ്രധാനപ്പെട്ട കൃതികളാണ് വിശ്വദർശനം, സാഹിത്യ കൗതുകം, ഓടക്കുഴൽ, പതികന്റെ പാട്ട്, മൂന്നരുവിയും ഒരു പുഴയും, മധുരം സൗമ്യം ദീപ്തം, സൂര്യകാന്തി, അന്തർദാഹം. ഓക്കെ. ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത 3 കൃതികളാണ് കാളിദാസന്റെ മേഘദൂത്. അതായത് മേഘദൂത് എന്ന മേഘസന്ദേശം എന്ന് പറയുന്ന ആ സന്ദേശകാവ്യം, മേഘസന്ദേശം, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ അദ്ദേഹം മേഘദൂത് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം കാളിദാസന്റെ മേഘസന്ദേശം അതായത് മേഘദൂത് എന്ന കൃതി ഏത് പേരിലാണ്? മേഘഛായ എന്ന പേരിലും. ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന പേരിലും. ഒമർ ഖയ്യാമിൻ്റെ റുബായിയാത്ത്, വിലാസലഹരി എന്ന പേരിലും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവിയാണ് ആരാ? ജി ശങ്കരക്കുറുപ്പ്. ക്ലിയർ ആണോ? അടുത്ത ജ്ഞാനപീഠം നേടിയ 2ാമത്തെ മലയാളിയെക്കുറിച്ച് പറയാണ് എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠം ലഭിക്കുന്നത്. എന്നാണ്? 1980. അപ്പം നോക്കിയേ, ജ്ഞാനപീഠം ലഭിച്ച 2ാമത്തെ മലയാളിയാണ് എസ്.കെ. പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ കൃതി ഓടക്കുഴൽ അവാർഡ് എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഏത് വർഷം? 1980. കോഴിക്കോടിൻ്റെ കഥാകാരൻ, നിത്യസഞ്ചാരിയായ സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? എസ്.കെ. പൊറ്റക്കാടാണ്. അപ്പം എസ്.കെ. പൊറ്റക്കാട് അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? പേരൊന്നും കൂടെ ഉണ്ട്. കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നു കേട്ടോ. കേരള ജോൺ ഗന്ധർ ആരാ? എസ്.കെ. പൊറ്റക്കാടാണ്. അപ്പം നോക്കിയേ, കോഴിക്കോടിൻ്റെ കഥാകാരൻ, നിത്യസഞ്ചാരിയായ സാഹിത്യകാരൻ, കേരള ജോൺ ഗന്ധർ എന്നൊക്കെ അറിയപ്പെടുന്നത് എസ്.കെ. പൊറ്റക്കാടാണ്.
അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഓർത്തിരിക്കുക, എൻ്റെ വഴിയമ്പലങ്ങൾ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ സഞ്ചാരിയായിട്ട് ഇങ്ങനെ നടക്കുന്ന വ്യക്തിയായിരുന്നു. ആരാ? നമ്മുടെ എസ്.കെ. പൊറ്റക്കാട്. അപ്പം ഓർത്തിരിക്കുക, അങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിരിക്കില്ലേ എന്ത് ചെയ്യുന്നത്? ഉറങ്ങുകയും അല്ലെങ്കിൽ തങ്ങുകയൊക്കെ ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കണം കേട്ടോ. അപ്പം നോക്കിക്കേ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ വഴിയമ്പലങ്ങൾ എന്നാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ അപ്രകാശിത നോവൽ, പ്രകാശനം ചെയ്തിട്ടില്ലാത്ത നോവൽ ഏതാണ്? നോർത്ത് അവന്യൂ. അപ്പോൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ അപ്രകാശിത നോവലാണ് നോർത്ത് അവന്യൂ. ലോകസഭാ അംഗം എന്ന നിലയിൽ തൻ്റെ അനുഭവങ്ങളെ പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് രചിച്ച നോവലാണ് നോർത്ത് അവന്യൂ. അപ്പോൾ നോക്കിക്കേ, നോർത്ത് അവന്യൂവിൻ്റെ പ്രത്യേകത പറഞ്ഞത് അത് അപ്രകാശിത നോവലാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ അപ്രകാശിത നോവൽ നോർത്ത് അവന്യൂ ആണ്. ഈ നോർത്ത് അവന്യൂവിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകസഭാ അംഗം എന്ന നിലയിൽ തൻ്റെ അനുഭവങ്ങളാണ്. അപ്പം എസ്.കെ. പൊറ്റക്കാടിൻ്റെ അനുഭവങ്ങളാണ് ഇതിൽ നോർത്ത് അവന്യൂ എന്ന നോവലിലെ പ്രമേയം. ക്ലിയർ അല്ലേ? എസ്.കെ. പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. അപ്പം എസ്.കെ. പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥ. നിങ്ങൾ ഓർക്കുക, തെരുവിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ മൂന്നക്ഷരമാണ്, തെരുവ് എന്ന് പറയുമ്പോൾ 3 അക്ഷരമാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഒരു തെരുവിൻ്റെ കഥയാണ്. 1961 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞു, ജി ശങ്കരക്കുറുപ്പിനും 61 അതെന്താണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നോക്കിക്കേ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഒരു ദേശത്തിൻ്റെ കഥയാണ്. ഒരു ദേശത്തിൻ്റെ കഥ 1972. നോക്കുക, കേന്ദ്രം 2 അക്ഷരമാണ്, ദേശം 2 അക്ഷരമല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. ഇതുപോലെ വയലാർ അവാർഡ് ലഭിച്ച കൃതിയും ഇത് തന്നെയാണ്, ഒരു ദേശത്തിൻ്റെ കഥയാണ്. അപ്പോൾ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്.കെ. പൊറ്റക്കാടിന് വയലാർ അവാർഡ് ലഭിച്ച കൃതിയും ഏത് തന്നെയാണ്? ഒരു ദേശത്തിൻ്റെ കഥ എന്നതിന് തന്നെയാണ് ഇതിന് വയലാർ അവാർഡും ലഭിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നോക്കിക്കേ, ഒരു ദേശത്തിൻ്റെ കഥ എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ടെയിൽസ് ഓഫ് അതിരാണി പാടം. ഒരു ദേശത്തിൻ്റെ കഥ എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ പേരെന്താണ്? ടെയിൽസ് ഓഫ് അതിരാണി പാടം എന്നാണ്. കോഴിക്കോട് സർവകലാശാല ഡി ലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം 1982. കോഴിക്കോട് സർവകലാശാല ഡി ലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം എന്നാണ്? 1982. എസ്.കെ. പൊറ്റക്കാടിനോടുള്ള സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2003. അപ്പോൾ എസ്.കെ. പൊറ്റക്കാടിനോടുള്ള സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പൊക്കെ പുറത്തിറക്കി. ഏത് വർഷമാണ്? 2003. അപ്പോൾ എസ്.കെ. പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥ 1961. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ 1972. ഒപ്പം വയലാർ അവാർഡും എന്തിന് ലഭിച്ചു? ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദേശത്തിൻ്റെ കഥ എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ പേരാണ് ടെയിൽസ് ഓഫ് അതിരാണി പാടം. കോഴിക്കോട് സർവകലാശാല ഡി ലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം 1982. 2003 ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പൊക്കെ പുറത്തിറക്കി അല്ലേ? ഇദ്ദേഹത്തിനുള്ള സ്മരണാർത്ഥം 2003 ഒരു തപാൽ വകുപ്പ് എന്ത് ചെയ്തു? തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഗാന്ധിജിയുടെ മുന്നിൽ നിന്നും ഗാന്ധിജിയെപ്പറ്റി കവിത എഴുതിയ മലയാള സാഹിത്യകാരനാണ് എസ്.കെ. പൊറ്റക്കാട്. നോക്കിക്കേ, ഗാന്ധിജിയുടെ മുന്നിൽ നിന്നും ഗാന്ധിജിയെപ്പറ്റി എന്തെഴുതി? കവിത എഴുതി. ആരും ഇദ്ദേഹം ഒരു മലയാള സാഹിത്യകാരനാണ് അല്ലേ? അപ്പോൾ ഇദ്ദേഹം കവിയല്ല, ഒരു സാഹിത്യകാരനാണ്. പക്ഷേ ഗാന്ധിജിയുടെ മുന്നിൽ നിന്നും എന്താണ് ഇദ്ദേഹം എഴുതിയത്? ഒരു കവിതയാണ് എഴുതിയത്. ആരെക്കുറിച്ച്? ഗാന്ധിജിയെക്കുറിച്ച് അല്ലേ? നോക്കിയേ, എസ്.കെ. പൊറ്റക്കാടിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് വിഷകന്യക. വയനാട്ടിലെ കുടിയേറ്റക്കാരെ കുറിച്ചുള്ള കൃതിയാണ് എന്തുവാ? വിഷകന്യക എന്ന് പറയുന്നത്. നാടൻ പ്രേമം, മൂടുപടം, പ്രേമശിക്ഷ, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, കബീന ആഫ്രിക്കൻ ആഫ്രിക്കയെക്കുറിച്ചുള്ളതാണ്. പാതിര സൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പോൾ നോക്കിയേ, എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, പ്രേമശിക്ഷ, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ,
കബീന, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷം 1982 സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷം എന്നാണ്? 1982. ക്ലിയർ ആണോ? ഒന്ന് നോക്കിക്കേ. അപ്പം ജ്ഞാനപീഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം ട്രസ്റ്റിന്റെ സ്ഥാപകനാണ് ആരാ? ശാന്തി പ്രസാദ് ജെയിൻ. ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയാണ്. ഓക്കെ. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961 നൽകി തുടങ്ങിയത് 1965. ആദ്യമായി ലഭിച്ച വ്യക്തി ജി ശങ്കരക്കുറുപ്പാണ്. കൃതിയുടെ പേരെന്താണ്? ഓടക്കുഴൽ എന്നാണ്. ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ ദാർശനികനായ കവി, മൃത്യുബോധത്തിൻ്റെ കവി, സൂര്യകാന്തിയുടെ കവി, പ്രകൃതി ഉപാസകനായ കവി എന്നൊക്കെ അറിയപ്പെടുന്നു. ഓടക്കുഴൽ എന്ന കൃതിയുടെ ഹിന്ദി തർജ്ജമയുടെ പേരാണ് ബാൻസൂരി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഏതാ? ഓർമ്മയുടെ ഓളങ്ങളിൽ. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് വിശ്വദർശനം. 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. പ്രധാനപ്പെട്ട കൃതികൾ വിശ്വദർശനം, സാഹിത്യ കൗതുകം, ഓടക്കുഴൽ, പഥിയൻ്റെ പാട്ട്, പാഥേയം, മൂന്നരുവിയും ഒരു പുഴയും, മധുരം സൗമ്യം ദീപ്തം, സൂര്യകാന്തി, അന്തർദാഹം. ജി ശങ്കരക്കുറുപ്പ് രചിച്ച നാടകങ്ങളാണ് സന്ധ്യയും ഇരുട്ടിനും മുൻപും. ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കൃതികളാണ് കാളിദാസന്റെ മേഘദൂത്, മേഘഛായ എന്ന പേരിലും, ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന പേരിലും, ഒമർ ഖയ്യാമിന്റെ റുബായിയാത്ത്, വിലാസലഹരി എന്ന പേരിലും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980 ജ്ഞാനപീഠം ലഭിച്ച രണ്ടാമത്തെ മലയാളിയാണ് ആരാ? എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ കൃതി ഒരു ദേശത്തിൻ്റെ കഥ, കോഴിക്കോടിൻ്റെ കഥാകാരൻ, നിത്യസഞ്ചാരിയായ സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. കൂടാതെ കേരള ജോൺ ഗ്രന്ഥർ എന്നും അറിയപ്പെടുന്നു. ആത്മകഥയുടെ പേരാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. എസ് കെ പൊറ്റക്കാടിൻ്റെ അപ്രകാശിത നോവലാണ് നോർത്ത് അവന്യൂ. ലോകസഭ അംഗം എന്ന നിലയിൽ തൻ്റെ അനുഭവങ്ങളെ ആധാരമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് നോർത്ത് അവന്യൂ. എസ് കെ പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഒരു തെരുവിൻ്റെ കഥയാണ്. 1961 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. 1972 ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ചു. ഒരു ദേശത്തിൻ്റെ കഥ എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. ഇത് വേറൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിരാണിപ്പാടത്തിൻ്റെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഏതാണെന്ന്. ഏതാ? ഒരു ദേശത്തിൻ്റെ കഥ. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാല ഡി ലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം 1982 എസ് കെ പൊറ്റക്കാടിനോടുള്ള സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2003. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഗാന്ധിജിയുടെ മുന്നിൽ നിന്നും എന്ത് ചെയ്തു? ഗാന്ധിജിയെ പറ്റി കവിത എഴുതിയ മലയാള സാഹിത്യകാരൻ ആരാണ്? എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വിശ്വകന്യക, നടൻ പ്രേമം, മൂടുപടം, പ്രേമശിക്ഷ, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, കബീന, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷം 1982. നമുക്കറിയാം രണ്ടുപേർക്കും എന്ത് തന്നെയാണ് കിട്ടിയത്? കൃതികൾക്കാണ് കിട്ടിയത്. ആർക്കൊക്കെയാ? ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കും എസ് കെ പൊറ്റക്കാടിന് എന്താ പ്രദേശത്തിൻ്റെ കഥയ്ക്കും എന്ന കൃതികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. എന്നാൽ 1982 മുതൽ അത് സമഗ്ര സംഭാവനയ്ക്ക് നൽകി തുടങ്ങി. അതായത് പിന്നീട് കൃതികൾക്കല്ല ലഭിച്ചിട്ടുള്ളത്, സമഗ്ര സംഭാവനയായിട്ടാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ. ജ്ഞാനപീഠം ലഭിച്ച മൂന്നാമത്തെ മലയാളി. ജ്ഞാനപീഠം ലഭിച്ച മൂന്നാമത്തെ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. കൂടാതെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, കേരള മോപ്പസാങ്.
കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴിയാണ്. അപ്പോൾ കുട്ടനാടിൻ്റെ കഥാകാരൻ, കേരള മോപ്പസാങ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? തകഴിയാണ്. തകഴിയുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എൻ്റെ വക്കീൽ ജീവിതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ ഏതൊക്കെയാണ്? ഓർമ്മയുടെ തീരങ്ങളിൽ. അപ്പം നിങ്ങൾക്ക് അറിയാം, കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാരാണ്? തകഴിയാണെന്നറിയാം. അപ്പം തകഴി കുട്ടനാട്ടിലാണ്. അപ്പോൾ കുട്ടനാട്ടിൽ ഒരുപാട് തോടുകളും പുഴകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്തിരുന്ന് അവന് ആത്മകഥ എഴുതിയത് ആരാണ്? നമ്മുടെ തകഴിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ. തകഴിയുടെ ആദ്യ നോവലാണ് ത്യാഗത്തിന് പ്രതിഫലം. തകഴിയുടെ ആദ്യ നോവലിൻ്റെ പേരെന്താ? ത്യാഗത്തിന് പ്രതിഫലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ചെമ്മീൻ. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയുടെ പേരെന്താ? ചെമ്മീൻ. ഏത് വർഷമാണ്? 1957. അപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ചെമ്മീൻ. ഏത് വർഷമാണ്? 1957. ചെമ്മീൻ എന്ന നോവൽ രചിച്ച വർഷം 1956. ചെമ്മീൻ എന്ന നോവൽ രചിച്ച വർഷം 1956. ചെമ്മീൻ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം 1965. അപ്പം 56 ഇവിടെ തിരിച്ചിട്ടപ്പോഴത്തേക്ക് സിനിമയായി അല്ലേ? 1965. 56 സിനിമ, 56 നോവല്, 65 എന്തായി? സിനിമയായി. അപ്പം നോക്കിയാൽ തകഴിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കുട്ടനാടിൻ്റെ കഥാകാരൻ, കേരള മോപ്പസാങ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? തകഴിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതവും. ആദ്യ നോവലാണ് ത്യാഗത്തിന് പ്രതിഫലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാ? ചെമ്മീനാണ്. 1957. ചെമ്മീൻ എന്ന നോവൽ രചിച്ച വർഷം 56, സിനിമയായ വർഷം 65. സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകം. സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകമാണ് തോറ്റില്ല. സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകം ഏതാണ്? തോറ്റില്ല. സർ സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ കൃതിയാണ് ഏണിപ്പടികൾ. സർ സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ കൃതി ഏതാണ്? ഏണിപ്പടികൾ. സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകം തോറ്റില്ല. സർ സി പി കഥാപാത്രമാകുന്ന തകഴിയുടെ കൃതി ഏണിപ്പടികൾ. തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാ? കയർ. അപ്പം തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ അല്ലേ? മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏതാണ്? കയറാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അങ്ങനെയാണെങ്കിൽ ഏതാണ്? അവകാശികളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ രചിച്ചത് ആരാണ്? വിലാസിനിയാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MK മേനോനാണ്. അപ്പോൾ നോക്കിക്കേ, തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കയർ. കയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാ? അവകാശികളാണ്. അവകാശികൾ രചിച്ചത് ആരാണ്? വിലാസിനിയാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോൻ. അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലം ഒരുക്കിയ രാജ്യം മലേഷ്യയാണ്. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവലാണ് അവകാശികൾ കേട്ടോ. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവലാണ് ഏതാ? അവകാശികൾ. അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലം ഒരുക്കിയ രാജ്യം ഏതാണ്? മലേഷ്യ. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവലാണ് അവകാശികൾ. ക്ലിയർ അല്ലേ? ഇനി മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, കയർ, അനുഭവങ്ങൾ, പാളിച്ചകൾ, അഴിയാക്കുരുക്ക്, ഒരു മനുഷ്യൻ്റെ മുഖം, ഔസേപ്പിൻ്റെ മക്കൾ, ബലൂണുകൾ, പുന്നപ്ര വയലാറിന് ശേഷം, മാഞ്ചുവട്ടിൽ, വെള്ളപ്പൊക്കത്തിൽ. അപ്പം മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, കയർ, അനുഭവങ്ങൾ, പാളിച്ചകൾ, അഴിയാക്കുരുക്ക്, ഒരു മനുഷ്യൻ്റെ മുഖം, ഔസേപ്പിൻ്റെ മക്കൾ, ബലൂണുകൾ, പുന്നപ്ര വയലാറിന് ശേഷം, മാഞ്ചുവട്ടിൽ, വെള്ളപ്പൊക്കത്തിൽ.
എന്നൊക്കെ തകഴി ശിവശങ്കരപിള്ള കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരുകളാണ് ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതം. ആദ്യ നോവൽ ഏതാണ്? ത്യാഗത്തിന് പ്രതിഫലമാണ്. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ചെമ്മീനാണ്. 57 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് 1956 സിനിമ പുറത്തിറങ്ങിയത് 1965 ആണ്. സി.പി. രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകമാണ് തോറ്റില്ല. സി.പി. രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ കൃതി ഏണിപ്പടികളാണ്. തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏതാ? അവകാശികൾ. കയറാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശികളാണ്. അവകാശികൾ രചിച്ചത് വിലാസിനിയാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M.K. മേനോനാണ്. അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലം ഒരുക്കിയ രാജ്യം മലേഷ്യ. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവലാണ് അവകാശികൾ. പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, കയർ, അനുഭവങ്ങൾ, പാളിച്ചകൾ, അഴിയാക്കുരുക്കു, ഒരു മനുഷ്യൻ്റെ മുഖം, ഒരു ഔസേപ്പിൻ്റെ മക്കൾ, ബലൂണുകൾ, പുന്നപ്ര വയലാറിന് ശേഷം, മാഞ്ചുവട്ടിൽ, വെള്ളപ്പൊക്കത്തിൽ. ക്ലിയർ അല്ലേ? അടുത്ത ആളാണ് ആരാ? M.T. വാസുദേവൻ. അപ്പം 4ാമത്തെ മലയാളിയെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. അദ്ദേഹത്തിന് 1995 ലഭിക്കുന്നത്. അപ്പോൾ M.T. വാസുദേവൻ നായർ. വർഷം എന്നാണ്? 1995. നമുക്ക് M.T. കുറിച്ച് അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് M.T. ഇടയ്ക്ക് മരിച്ചുപോയ വ്യക്തിയാണല്ലേ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 4ാമത്തെ മലയാളിയാണ് ആരാ? M.T. വാസുദേവൻ നായർ. 1995. അപ്പം 4ാമത്തെ മലയാളി ആരാണെന്ന് വെച്ചാൽ M.T. വാസുദേവൻ നായരാണ്. വർഷം എന്നാണ്? 1995. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? M.T. വാസുദേവൻ. ഹെമിംഗ്വേ, ജോൺ ഗന്ധർ, എസ് കെ പൊറ്റക്കാട്, ഹെമിംഗ്വേ, M.T. വാസുദേവൻ നായർ. അതുപോലെ മൊപ്പസാങ്, തകഴി. ഓർത്തിരിക്കണമേ. അപ്പം നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, യഥാർത്ഥ പേര്. അപ്പം M.T.ൻ്റെ യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അപ്പം യഥാർത്ഥ പേരെന്താ? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ആദ്യ നോവൽ M.T. രചിച്ച ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. M.T. രചിച്ച ആദ്യ നോവൽ ഏതാണ്? പാതിരാവും പകൽ വെളിച്ചവും. M.T. പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട്. M.T. പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? നാലുകെട്ടാണ്. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 4ാമത്തെ മലയാളിയാണ് M.T. വാസുദേവൻ നായർ. 1995. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്നു. യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട്. M.T. വാസുദേവൻ നായർ രചിച്ച ഒരേ ഒരു നാടകമാണ് ഗോപുര നടയിൽ. M.T. വാസുദേവൻ നായർ രചിച്ച ഒരേ ഒരു നാടകം ഏതാ? ഗോപുര നടയിലാണ്. M.T. തിരക്കഥ രചിച്ച ആദ്യ സിനിമ, M.T. തിരക്കഥ എഴുതിയ ആദ്യ സിനിമയാണ് മുറപ്പെണ്ണ്. ഈ സിനിമയ്ക്ക് മുറപ്പെണ്ണ്. M.T. ഗാനരചന നടത്തിയ ആദ്യ സിനിമയാണ് വളർത്തുമൃഗങ്ങൾ. M.T. ഗാനരചന നടത്തിയ ആദ്യ സിനിമ ഏതാണ്? വളർത്തുമൃഗങ്ങൾ. M.T. തിരക്കഥ രചിച്ച ആദ്യ സിനിമ ഏതാണ്? മുറപ്പെണ്ണ്. M.T. വാസുദേവൻ നായർക്ക് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകളെ കുറിച്ച് പറയുകയാണ്. 1970 കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പോൾ 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഏത് കൃതിക്കാണ്? കാലം എന്ന് പറയുന്ന കൃതിക്കാണ്. 1973 നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. അതിൻ്റെ സംവിധായകൻ ആരായിരുന്നു? M.T. വാസുദേവൻ നായരാണ്. അപ്പോൾ 1973 ദേശീയ പുരസ്കാരം ലഭിച്ചു അല്ലേ? എന്തിനാ? മികച്ച സിനിമയ്ക്കുള്ള. അപ്പം നിർമ്മാല്യം എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാ? M.T. വാസുദേവൻ നായർ. 1985 രണ്ടാമൂഴം എന്ന കൃതിക്ക് വയലാർ അവാർഡ്. 85 രണ്ടാമൂഴം എന്ന കൃതിക്ക് എന്താണ്? വയലാർ അവാർഡ് ലഭിച്ചു. നോക്കാം. 1970 കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 73 നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം. 1985 വയലാർ അവാർഡ് ലഭിച്ച കൃതി രണ്ടാമൂഴം. ക്ലിയർ അല്ലേ? കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് 3 തവണ ലഭിച്ചു.
58 59 കേട്ടോ. 1959 നാലുകെട്ട്. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു, 3 തവണ ലഭിച്ചു. 59 നാലുകെട്ട്, 82 ഗോപുരനടയിൽ, 86 സ്വർഗം തുറക്കുന്ന സമയം. അപ്പോൾ 1959 നാലുകെട്ട് എന്ന് പറയുന്ന കൃതിക്ക്, 82 ഗോപുരനടയിൽ എന്ന് പറയുന്ന നാടകത്തിന്, 86 സ്വർഗം തുറക്കുന്ന സമയം എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി 1993 വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയുടെ പേരെന്താ? വാനപ്രസ്ഥം. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് വാനപ്രസ്ഥം 1993. 95 അദ്ദേഹത്തിന് ജ്ഞാനപീഠം പറഞ്ഞിട്ടുണ്ട്. 2005 പത്മഭൂഷൺ, 2009 കേരളവർമ്മ പൈശാച എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം. ഈ സിനിമയ്ക്ക് 2009 കേരളവർമ്മ പൈശാച. ക്ലിയർ ആണോ? അടുത്തത് 2011 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരവും 2013 JC ഡാനിയൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിക്കുന്നു. 2014 മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാലപ്പാടൻ പുരസ്കാരം. 2014 നാലപ്പാടൻ പുരസ്കാരം. 2022 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു? പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. അത് 2020 പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ഏതാ? കേരള ജ്യോതി പുരസ്കാരം. അത് ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. 2025 മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് എന്തും ലഭിക്കുന്നു? പത്മവിഭൂഷൺ ലഭിക്കുന്നു. ഇത്രയൊന്നും അവാർഡുകളല്ല, വേറെ അവാർഡുകൾ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ MTക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ കേട്ടോ. അപ്പം അവാർഡുകൾ നോക്കാം. 1970 അദ്ദേഹത്തിന് കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 73 നിർമാല്യം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം, 85 രണ്ടാമൂഴം എന്ന കൃതിക്ക് വയലാർ അവാർഡ്. പിന്നെ എന്നിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 3 തവണ, 59 നാലുകെട്ട്, 82 ഗോപുരനടയിൽ, 86 സ്വർഗം തുറക്കുന്ന സമയം. 93 വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്ക് ഓടക്കുഴൽ പുരസ്കാരം, 95 ജ്ഞാനപീഠം, 2005 പത്മഭൂഷൺ, 2009 കേരളവർമ്മ പൈശാച എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം. 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 13 JC ഡാനിയൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും. 2014 നാലപ്പാടൻ പുരസ്കാരം, അതായത് മലയാള സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവന പരിഗണിച്ച് നൽകിയ പുരസ്കാരമാണ് നാലപ്പാടൻ പുരസ്കാരം. 2022 പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. 2025 മരണാനന്തര ബഹുമതിയായിട്ട് എന്തും ലഭിക്കുന്നു? പത്മവിഭൂഷണം ലഭിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ. MT വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എത്ര തവണ ലഭിച്ചു? 4 തവണ ലഭിച്ചു. അപ്പോൾ MT വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചു. 1990 ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്കും, 1992 കടവ് എന്ന സിനിമയ്ക്കും, 93 സതയം എന്ന സിനിമയ്ക്കും, 95 പരിണയം എന്ന സിനിമയ്ക്കും അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇനി മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹം തിരക്കഥ രചിച്ച ആദ്യ സിനിമയാണ് നമ്മൾ പറഞ്ഞു. ആ മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥയാണ് സ്നേഹത്തിൻ്റെ മോഹങ്ങളല്ല മുഖങ്ങൾ. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ, ഇവിടെ തെറ്റുണ്ട്, മോഹങ്ങൾ എന്നാണ് കിടക്കുന്നത്, തെറ്റാണ്, മുഖങ്ങൾ എന്നാക്കണം. അപ്പം മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥയാണ് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. എന്ന സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന സിനിമ വേറെയുണ്ട്, ഇതല്ല. തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയാണ് ഏതാ? വാനപ്രസ്ഥം. ഇനി പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെ? നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞിൻ്റെ പ്രത്യേകത നമ്മുടെ SK പൊറ്റക്കാട് രചിച്ച ബോധധാര നോവൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മഞ്ഞാണ്.
കാലം, രണ്ടാമൂഴം. രണ്ടാമൂഴത്തിൻ്റെ പ്രത്യേകത ഭീമനാണ് അതിനകത്തെ കഥാപാത്രം. പാതിരാവും പകൽ വെളിച്ചവും, നിന്റെ ഓർമ്മയ്ക്ക്. പാതിരാവും പകൽ വെളിച്ചവും ആദ്യ നോവലാണ്. നിന്റെ ഓർമ്മയ്ക്ക് തൻ്റെ സഹോദരിയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് ഏതാ? നിന്റെ ഓർമ്മയ്ക്ക്. കളിവീട്, വിലാപയാത്ര, അറബിപ്പൊന്ന്. അറബിപ്പൊന്ന് എന്ന് പറയുന്ന കൃതി NB മുഹമ്മദുമായി ചേർന്ന് രചിച്ച കൃതിയാണ്. വാരണാസി, ഓളവും തീരവും, കുട്ടിയേടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പം നോക്കിക്കേ, പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, രണ്ടാമൂഴം, പാതിരാവും പകൽ വെളിച്ചവും, നിന്റെ ഓർമ്മയ്ക്ക്, കളിവീട്, വിലാപയാത്ര, അറബിപ്പൊന്ന്. NB മുഹമ്മദുമായി ചേർന്ന് എഴുതിയതാണ് വാരണാസി, ഓളവും തീരവും, കുട്ടിയേടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്. അപ്പം MD വാസുദേവൻ നായരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്നും കൂടെ പറയാം. 1995 MD വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. ജ്ഞാനപീഠം ലഭിച്ച 4ാമത്തെ മലയാളിയാണ് ആര്? MD വാസുദേവൻ നായർ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെയാണ്. യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട്. MD വാസുദേവൻ നായർ രചിച്ച ഒരേ ഒരു നാടകമാണ് ഗോപുര നടയിൽ. MD തിരക്കഥ രചിച്ച ആദ്യ സിനിമ മുറപ്പെണ്ണാണ്. MD ഗാന്ധനെത്തിയ ആദ്യ സിനിമയാണ് വളർത്ത് മൃഗങ്ങൾ. MD വാസുദേവൻ നായർക്ക് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകളാണ് 1970 കാലം എന്ന കൃതിക്ക് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, 73 നിർമാല്യം എന്ന കൃതിക്ക് എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിക്കുന്നു. 1985 രണ്ടാമൂഴം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. രണ്ടാമൂഴം എന്ന കൃതിയിലെ കഥാപാത്രം ഭീമനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് 3 തവണ ലഭിച്ചിട്ടുണ്ട്. 1959 നാലുകെട്ട്, 82 ഗോപുര നടയിൽ, 86 സ്വർഗം തുറക്കുന്ന സമയം. 1993 വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. 1995 ജ്ഞാനപീഠവും, 2005 പത്മഭൂഷണം, 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഏത് സിനിമയ്ക്കാണ്? കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നു. 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 JC ഡാനിയൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും. 2014 മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവന പരിഗണിച്ച് അദ്ദേഹത്തിന് നാലപ്പാടൻ പുരസ്കാരം. 2022 പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. 2025 മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നു. MD വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചു. 1990 ഒരു വടക്കൻ വീരഗാഥ, 92 കടവ്, 93 സതയം, 95 പരിണയം. മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥ, അദ്ദേഹത്തിൻ്റെ തന്നെ ചെറുകഥയാണ് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ വാനപ്രസ്ഥം. പ്രധാനപ്പെട്ട കൃതികൾ നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്. മഞ്ഞിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ബോധധാര നോവലാണ്. കാലം, രണ്ടാമൂഴം. രണ്ടാമൂഴത്തിൽ ഭീമനാണ് കഥാപാത്രം. പാതിരാവും പകൽ വെളിച്ചവും ആദ്യ നോവലാണ് അല്ലേ. നിന്റെ ഓർമ്മയ്ക്ക് സഹോദരിയെക്കുറിച്ചുള്ള കളിവീട്, വിലാപയാത്ര, അറബിപ്പൊന്ന്. അറബിപ്പൊന്ന് NB മുഹമ്മദുമായിട്ട് ചേർന്ന് എഴുതി. വാരണാസി, ഓളവും തീരവും, കുട്ടിയടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്. ഇത്രയൊക്കെയാണ് നമുക്ക് ആരെക്കുറിച്ച് MDയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി MDക്ക് അതായത് ഇദ്ദേഹത്തിൻ്റെ ചില ഉദ്ധരണികൾ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഉദ്ധരണികൾ കൂടി നമുക്കൊന്ന് നോക്കാം. അസുരവിത്ത് എന്ന് പറയുന്ന ഒരു നോവലിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അസുരവിത്ത് എന്താണ്? അസുരവിത്ത് എന്ന് പറയുന്ന നോവലിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന നോവലാണ് അസുരവിത്ത്. പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവലാണ് അസുരവിത്ത്. ഓക്കെ, അടുത്തതാണ്
അസുരവിത്ത്. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അതാണ് നിന്റെ ഓർമ്മയ്ക്ക്. ആരുടെയാണ്? അതും നിന്റെ ഓർമ്മയ്ക്ക്. ഇതാരാ പറഞ്ഞത്? എം ടി വാസുദേവൻ നായർ പറഞ്ഞത്, തൻ്റെ സഹോദരിയെക്കുറിച്ച് പറഞ്ഞതാണ്. അടുത്തതാണ് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് എന്ന് പറയുന്നത്. രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞെന്ന നോവലിലാണ് എം ടി വാസുദേവൻ നായർ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതുപോലെ ചിരിക്കണം ടീച്ചർ ജി, ചിരിക്കണം ടീച്ചർ ജി, ഇല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും. ചിരിക്കണം ടീച്ചർ ജി, അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും. ഏത് നോവലിലാണ്? അതും മഞ്ഞെന്ന് പറയുന്ന നോവലിലാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികളാണ്. ഇത്രയും നല്ല ഒരുപാട് ഉദ്ധരണികളുണ്ട്. എന്നാലും പ്രധാനപ്പെട്ടത് ഇതൊക്കെ മിക്കവാറും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അസുരവിത്ത് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ നോവലാണ് അസുരവിത്ത്. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അതാണ് നിന്റെ ഓർമ്മയ്ക്ക്. ആരുടെ വരികളാണ്? എം ടി വാസുദേവൻ നായരുടെ. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മഞ്ഞെന്ന നോവലിൽ. ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. സർദാർജിയാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സർദാർജി. ചിരിക്കണം ടീച്ചർ ജി, അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും. മഞ്ഞെന്ന നോവലിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തതാണ് ONV കുറുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്നാണ്? 2007. ONVക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം 2007. ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച 5ാമത്തെ മലയാളിയാണ് ആരാ? ONV. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 5ാമത്തെ മലയാളി ആരാണ്? ONV ആണ്. കേരള പുഷ്കിൻ എന്ന് അറിയപ്പെടുന്നു. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ONV ആണ്. അപ്പോൾ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV. മുഴുവൻ പേര് ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുക്കുറുപ്പ് എന്നാണ്, അല്ലെങ്കിൽ ഒറ്റപ്ലാവിൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ്. മുഴുവൻ പേരെന്താണ്? ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുക്കുറുപ്പ്, അല്ലെങ്കിൽ ഒറ്റപ്ലാവിൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ്. ബാലമുരളി എന്ന പേരിൽ അദ്ദേഹം ബാലസാഹിത്യ കൃതികൾ രചിച്ചു. ബാലമുരളി എന്ന പേരിൽ ബാലസാഹിത്യ കൃതികൾ രചിച്ച കവിയാണ് ആരാ? ONV. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് അഗ്നിശലഭങ്ങൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ്? അഗ്നിശലഭങ്ങൾ എന്നുള്ള കൃതിയാണ്. 1971. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 5ാമത്തെ മലയാളിയാണ് ആരാ? ONV. ഏത് വർഷമാണ്? 2007. ഇങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്നത് കേരള പുഷ്കിൻ എന്ന് അറിയപ്പെടുന്നു. അതിന് മുഴുവൻ പേരെന്താ? ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുക്കുറുപ്പെന്നോ ഒറ്റപ്ലാവിൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പെന്നോ പറയാം. ബാലമുരളി എന്ന പേരിൽ ബാലസാഹിത്യ കൃതികൾ രചിച്ച കവിയാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ്? അഗ്നിശലഭങ്ങളാണ്. 1971. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് അക്ഷരം. 1975. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ്? അക്ഷരമാണ്. 1975. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ്. 1982. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ്. 1982. പ്രധാന കൃതികളാണ് അക്ഷരം, അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഉജ്ജയിനി, കറുത്ത പക്ഷിയുടെ പാട്ട്, മയിൽപീലി, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്ക് ഒരു ചരമഗീതം, ശാർങ്ങക പക്ഷികൾ, സ്വയംവരം, മൃഗയ, ഭൈരവന്റെ തുടി, വളപ്പൊട്ടുകൾ തുടങ്ങിയവ. അപ്പോൾ പ്രധാനപ്പെട്ട കൃതികൾ അക്ഷരം, അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്ക് ഒരു ചരമഗീതം, ശാർങ്ങക പക്ഷികൾ, സ്വയംവരം, മൃഗയ, ഭൈരവന്റെ തുടി, വളപ്പൊട്ടുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, അപ്പം നോക്കിക്കേ,
തകഴിയെക്കുറിച്ച് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കുട്ടനാടിൻ്റെ കഥാകാരൻ, കേരള മോപ്പസാങ് എന്നൊക്കെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതവും. തകഴിയുടെ ആദ്യ നോവലാണ് ത്യാഗത്തിന് പ്രതിഫലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ചെമ്മീൻ. 1957 ചെമ്മീൻ എന്ന നോവൽ രചിച്ച വർഷം 1956. ചെമ്മീൻ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം 1965 സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച തകഴിയുടെ നാടകം തോറ്റില്ല. സർ സി പി കഥാപാത്രമാകുന്ന തകഴിയുടെ കൃതിയാണ് ഏണിപ്പടികൾ. തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കയർ. കയറിൻ്റെ പ്രത്യേകത മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. അവകാശികൾ രചിച്ചത് വിലാസിനിയാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലമൊരുക്കിയ രാജ്യം മലേഷ്യയാണ്. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവലാണ് അവകാശികൾ. മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, കയർ, അനുഭവങ്ങൾ പാളിച്ചകൾ, അഴിയാക്കുരുക്ക്, ഒരു മനുഷ്യൻ്റെ മുഖം, ഔസേപ്പിൻ്റെ മക്കൾ, ബലൂണുകൾ, പുന്നപ്ര വയലാറിന് ശേഷം, മാഞ്ചുവട്ടിൽ, വെള്ളപ്പൊക്കത്തിൽ. പിന്നീട് നമ്മൾ പറഞ്ഞ MT വാസുദേവൻ നായരാണ്. 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 4ാമത്തെ മലയാളിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്നു. യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവല് നാലുകെട്ട്. MT വാസുദേവൻ നായർ രചിച്ച ഒരേയൊരു നാടകമാണ് ഗോപുര നടയിൽ. MT തിരക്കഥ എഴുതിയ ആദ്യ സിനിമ മുറപ്പെണ്ണ്. MT ഗാനരചന നടത്തിയ ആദ്യ സിനിമ വളർത്തും മൃഗങ്ങൾ. MT വാസുദേവൻ നായർക്ക് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകൾ: 70 കേന്ദ്ര സാഹിത്യ അക്കാദമി കാലം എന്ന കൃതിക്കും, 73 അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. സിനിമയുടെ പേര് നിർമാല്യം. 85 അദ്ദേഹത്തിന് വയലാർ അവാർഡ് രണ്ടാം ഊഴം എന്ന കൃതിക്ക്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് 3 തവണ ലഭിച്ചു. 1959, 82, 86. 59 നാലുകെട്ടിനും, 82 ഗോപുരനടയും, 86 സ്വർഗം തുറക്കുന്ന സമയം. 93 അദ്ദേഹത്തിന് വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്ക് ഓടക്കുഴൽ പുരസ്കാരം. 95 അദ്ദേഹത്തിന് ജ്ഞാനപീഠം. 2005 പത്മഭൂഷൺ. 2009 കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 2011 എഴുത്തച്ഛൻ പുരസ്കാരവും 2013 JC ഡാനിയൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്നു. 2014 മലയാളത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് അദ്ദേഹത്തിന് നാലപ്പാടൻ പുരസ്കാരം. 2022 പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ആർക്ക് ലഭിച്ചു? MTക്ക്. 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചു. MT വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചിട്ടുണ്ട്. 1990 ഒരു വടക്കൻ വീരഗാഥ, 92 കടവ്, 93 സതയം, 95 പരിണയം. മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആസ്പദമായ ചെറുകഥ ചെറിയ ചെറിയ സ്റ്റോറി, സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ആധാരമായത് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ വാനപ്രസ്ഥം. പ്രധാനപ്പെട്ട കൃതികളാണ് നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോധധാര നോവൽ. കാലം, രണ്ടാം ഊഴം ഭീമൻ കഥാപാത്രമാണ്. പാതിരാവും പകൽ വെളിച്ചവും, നിന്റെ ഓർമ്മയ്ക്ക്, കളിവീട്, വിലാപയാത്ര, അറബിപ്പൊന്ന് എന്ന് പറയുന്ന കൃതി NB മുഹമ്മദുമായി ചേർന്ന് എഴുതിയതാണ്. വാരണാസി, ഓളവും തീരവും, കുട്ടിയടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്. പിന്നീട് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ധരണികളാണ് പറഞ്ഞത്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മഞ്ഞ് എന്ന നോവലിൽ MT പറഞ്ഞതാണ്. ഓക്കെ, പിന്നീട് പറഞ്ഞത് MT അല്ല, സർദാർജിയാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ചിരിക്കണം ടീച്ചർജി, അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും മഞ്ഞ് എന്ന നോവലിലാണ്. പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവലാണ് അസുരവിത്ത്. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ, അതാണ് നിന്റെ ഓർമ്മയ്ക്ക്. അത് ആരുടെയാണ്? MTയുടെ വാക്കുകളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ MTയെ കുറിച്ച് പറഞ്ഞത്. പിന്നീട് നമ്മൾ പറഞ്ഞു ONV കുറിച്ച് 2007.
ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 5ാമത്തെ മലയാളിയാണ് ONV കുറുപ്പ് 2007. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നു. മുഴുവൻ പേരെന്താണ്? ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുക്കുറുപ്പെടുന്ന ഒറ്റപ്ലാവിൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പെന്നോ പറയുന്നു. ബാലമുരളി എന്ന പേരിൽ അദ്ദേഹം ബാലസാഹിത്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് അഗ്നിശലഭങ്ങൾ 1971. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി അക്ഷരമാണ് 1975. വയലാർ അവാർഡ് നേടിച്ചതോ ഉപ്പ് എന്ന പറയുന്ന കൃതിക്കാണ് 1982. പ്രധാന കൃതികൾ അക്ഷരം, അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഉജ്ജയിനി, കറുത്ത പക്ഷിയുടെ പാട്ട്, മയിൽപ്പീലി, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, ഷാർങ്ങക പക്ഷികൾ, സ്വയംവരം, മൃഗയ്യ, ഭൈരവന്റെ തുടി, വളപ്പൊട്ടുകൾ തുടങ്ങിയവയ്ക്കും. അടുത്ത 6ാമത്തെ മലയാളിയെക്കുറിച്ച് പറയുകയാണ്. ജ്ഞാനപീഠം ലഭിച്ച 6ാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്ന് അറിയപ്പെടുന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്ന് അറിയപ്പെടുന്നു. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് ബലിദർശനം. നോക്കിക്കേ, നമ്മളൊരു വിശ്വദർശനത്തെക്കുറിച്ച് പറഞ്ഞു, ജി ശങ്കരക്കുറുപ്പിൻ്റെ അല്ലേ, അതിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യവും കിട്ടി, കേന്ദ്ര സാഹിത്യവും കിട്ടി. അതുപോലെ ഇവിടെയും 72 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 73 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ബലിദർശനമാണ്. ആരുടെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടേത്. അക്കിത്തത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അന്തിമഹാകാലം 2012. അക്കിത്തത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അന്തിമഹാകാലം. അപ്പം ജ്ഞാനപീഠം ലഭിച്ച 6ാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്നാണ്. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് ഏതാ? ബലിദർശനം. അക്കിത്തത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അന്തിമഹാകാലം. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അന്തിമഹാകാലം 2012. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. അതായത് അതാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്ന് അറിയപ്പെടുന്നത്. ബലിദർശനം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അരങ്ങേറ്റം, ധർമ്മസൂര്യൻ, വെണ്ണക്കല്ലിൻ്റെ കഥ. ഈ ധർമ്മസൂര്യനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ആരുടെ കൃതിയാണ്? 20ാം നൂറ്റാണ്ട് ഇതിഹാസം, ബലിദർശനം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അരങ്ങേറ്റം, ധർമ്മസൂര്യൻ, വെണ്ണക്കല്ലിൻ്റെ കഥ തുടങ്ങിയവയൊക്കെ ആരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്? നമ്മുടെ ആരുടെയാണ്? അക്കിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ. 2022 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോയ്ക്കാണ്. അപ്പം 2022 ജ്ഞാനപീഠം ആർക്കാണ് ലഭിച്ചത്? ദാമോദർ മൗസോ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം ഉറുദു കവിയായിരുന്ന ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യയ്ക്കും ലഭിച്ചു. അത് 58ാമത് പുരസ്കാരമായിരുന്നു. 2023 ജ്ഞാനപീഠം ലഭിച്ച ആർക്കൊക്കെയാ? ഉറുദു കവിയായ ഗുൽസാറ്, സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. 58ാമത് പുരസ്കാരം അല്ലേ. 2024 ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 2024 ജ്ഞാനപീഠ ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. 59ാമത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ്. ആരാ? വിനോദ് കുമാർ ശുക്ല ഹിന്ദി സാഹിത്യകാരനാണ്. അദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ്. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഏത് വർഷമാണ് ലഭിച്ചത്? 2019. ജ്ഞാനപീഠം ലഭിച്ച 6ാമത്തെ മലയാളിയാണ് ആരാ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 20ാം നൂറ്റാണ്ട് ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അക്കിത്തമാണ്. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അവാർഡും 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് ഏതാ? ബലിദർശനം. അക്കിത്തത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അന്തിമഹാകാലം. ഏത് വർഷമാ? 2012.
ഇത് പ്രധാനപ്പെട്ട കൃതികളാണ് 20-ാം നൂറ്റാണ്ട് ഇതിഹാസം, ബലിദർശനം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അരങ്ങേറ്റം, ധർമ്മസൂര്യൻ, വെണ്ണക്കല്ലിൻ്റെ കഥ. 2022 ജ്ഞാനപീഠം ദാമോദർ മൗസോയും 23 ജ്ഞാനപീഠം ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യയ്ക്ക് ലഭിച്ചു 58ാമത് പുരസ്കാരം. 2024 ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലഭിച്ചത്. 59ാമത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ്. എവിടെ നിന്നുള്ള ആദ്യ വ്യക്തിയാണ്? ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ ജേതാവാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ചാണ്. ഈ മലയാളികൾ നമുക്ക് ആരൊക്കെയാണെന്ന് അറിയാം. ആരൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പ്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കണം, ജി ശങ്കരക്കുറുപ്പിന് ഏത് വർഷമാണ്? 1965 ഓടക്കുഴ എന്ന കൃതിക്കാണ്. പിന്നീട് നമ്മൾ രണ്ടാമത് ലഭിച്ചത് ആരാണ്? എസ് കെ പൊറ്റക്കാടാണ്. 1980 ഒരു ദേശത്തിൻ്റെ കഥ. പിന്നീട് ലഭിച്ച വ്യക്തിയാണ് തകഴി. 1984 തകഴിക്ക്. ഓക്കെ, അത് സമഗ്ര സംഭാവനയാണ്. 95 MG വാസുദേവൻ നായർ. പിന്നീട് 2007 ONVക്ക് ലഭിക്കുന്നത്. അവസാനം ലഭിച്ചത് അക്കിത്തത്തിനാണ്. 2019 അക്കിത്തത്തിന്. മലയാളികൾ അവിടെ വെച്ച് തീർന്നിരിക്കുകയാണ്. പിന്നീട് ലഭിച്ചത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അദ്ദേഹം ആരാണ്? ഹിന്ദി സാഹിത്യകാരനാണ്. 59ാമത് പുരസ്കാരമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്ന് പറയുന്നൊരു ഭാഗം ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.